ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ചിട്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ട വാലിബൻ LJP മൂവി ആയിരുന്നു. LJP മൂവി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യും. അതേപോലെ ഞാനും എക്സ്പെക്ട് ചെയ്തതാണ്. ഞാനും പടം കണ്ടു. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയൊന്നുമില്ല. ഒരു LJP പടം കാണുന്ന ഒരു സംഭവം എന്നാൽ ഒട്ടും മോശമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നേരെ മറിച്ച് വേറെ കാര്യം പറയാം, LJP അല്ല ഈ ഒരു സാധനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരെല്ലാവരും കൂടെ വലിച്ചേറി വെച്ചേനെ. അത് വേറൊരു സത്യം. എന്തായാലും ഫാൻസ് ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാര്യം കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു, ഫാൻസ് ഇങ്ങനെ ഇടയ്ക്ക് നിന്നിട്ട് കയ്യടിയും ബഹളം കാരണം ആൾക്കാർക്ക് പടം നേരെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുന്നു. പിന്നെ എല്ലാ കൂതറ സീനുകളിലും വന്നിരുന്ന് ചാടി കയറി കൈയടിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരുന്നു ആൾക്കാരുടെ അടുത്തുനിന്ന് കേട്ടത്. പ്രത്യേകിച്ച് റിവ്യൂ എടുത്ത് നോക്കാം. റിവ്യൂസ് പറഞ്ഞിരിക്കുന്ന പകുതി ആൾക്കാരും പല ഒരു ബാലൻസ് ചെയ്ത് പറയുന്നവരുണ്ട്. പിന്നെ അല്ലാത്തവർ വളരെ മോശമാണെന്ന് പറയുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരു അശ്വിൻ കോക്കിന്റെ റിവ്യൂ കണ്ടായിരുന്നു. അശ്വിൻ കോക്കിന്റെ റിവ്യൂ അറിയാമല്ലോ, വലിച്ചു പുള്ളിക്കാരൻ കീറിയിരിക്കും. കാര്യം കൊള്ളില്ല എങ്കിൽ പുള്ളിക്കാരൻ തീർച്ചയായിട്ടും വലിച്ചു കീറും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ ഒന്ന് പറയാം. എന്തായാലും ഞാനിവിടെ 2 റിവ്യൂ വയ്ക്കാം, 3 റിവ്യൂ വയ്ക്കാം. 3 റിവ്യൂവിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയനാണ്. എന്താണെന്ന് കേട്ട് നോക്കാം. ആദ്യം തന്നെ അശ്വിൻ കോക്കിന്റെ റിവ്യൂ ഒന്ന് കേട്ട് നോക്കാം. ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ചിട്ട്. ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. തിരക്കഥ ആയി കഴിഞ്ഞാലും സംവിധാനമായി കഴിഞ്ഞാലും കുറേ ഗംഭീരമായിട്ടുള്ള വളരെ ഈസ്തെറ്റിക്കലി അത്രയും അപ്പീലിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. കുറേ ഷോർട്സ് ഉണ്ട്. മധു നീലകണ്ഠനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല വൈഡിൽ നല്ല ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെയുള്ള കുറേ ഫ്രെയിംസ് ഇങ്ങനെ എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ലിജോയ്ക്ക് വല്ല മാതൃഭൂമി യാത്രാ മാഗസിനിലൊക്കെ പിന്നെ പ്രസിദ്ധീകരിച്ചാൽ പോലെ കുറേ ഫോട്ടോസ് എടുത്തിട്ട്. ഇതെന്തിനെങ്ങനെ ഒരു സാധനം പടച്ചു വെച്ചത് അല്ലാത്തൊരു ഓക്കെ. അശ്വിൻ കോക്കിന്റെ ആസ് ഓൾവേസ് അറിയാം, പുള്ളിക്കാരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വലിച്ചു കയറും. നിങ്ങൾ ആ മുടിയും ആ ഡ്രസ്സും ഒക്കെ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. ഇതിൽ പോലെ ഒരു ബുക്കിന് വൃത്തിച്ചിന് വേറെ കിട്ടാനില്ല. അപ്പൊ കോക്ക് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ LJP ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഈ പടം എന്നാണ് പറയണത്. അത് പുള്ളിക്കാരന്റെ ഒപ്പീനിയനാണ്. പുള്ളിക്കാരന്റെ തീരെ അത് പിടിച്ചിട്ടില്ല. അപ്പം ഇത് വേറൊരു കാര്യമുണ്ട്. നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണിത്. കാര്യം എല്ലാവർക്കും ഈ ഒരു സാധനം ഈ ഒരു ടേസ്റ്റ് പിടിക്കില്ല. കാര്യം എന്താ പറയണ്ട, ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഭയങ്കര മാസാണ്, മറ്റേയാണ് ലൂസിഫർ ആയിരിക്കും, എമ്പുരാനായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ചെന്ന് കാണാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജുക്കും കിട്ടാൻ പോകുന്നില്ല. അത്യാവശ്യം ഭയങ്കര ലാഗും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു മൂവിയാണ്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ അത്യാവശ്യം നല്ല ഇൻട്രോ തന്നെയായിരുന്നു. അതിന് വലിയ കുറ്റം പറയാനായിട്ടൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. പിന്നെ ചില സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഗുണ്ട്. അതൊക്കെ നമുക്ക് തോന്നും. പിന്നെ മേക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള LJPയുടേതായിട്ടുള്ള കുറച്ച് എലമെന്റ്സും കാര്യങ്ങളും പിന്നെ അതൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ അത് ഇപ്പൊ കേട്ടത് കോക്കിന്റെ റിവ്യൂ ആണ്. കോക്ക് തീർച്ചയായിട്ടും വലിച്ചു കീറിയിട്ടുണ്ട്. പുള്ളിക്കാരന് ബേസിക്കലി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതേപോലെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അർജുന്റെ റിവ്യൂ ഉണ്ട്. അർജു എന്താണ് ഇതിനെപ്പറ്റി പറയണമെന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഒരു ആൾക്കാർ ഇടിച്ച് കയറുമായിരുന്നു ഫസ്റ്റ് ഇതിലൊക്കെ. സോ അങ്ങനത്തെ ഒരു സാധനം നിൽക്കുന്നതുകൊണ്ട്, ഒരു ടോക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു മാസ് ആക്ഷൻ പടമെന്ന് പറഞ്ഞു പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിരാശപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല. അതൊന്നാമത്തെ കാര്യം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി അല്ലായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ചേനെ ആൾക്കാർ. എനിക്കറിയത്തില്ല ഇപ്പം അതിൻ്റെ റിവ്യൂ അങ്ങനെ, ഞാനൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞതാണ്. കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ലെവൽസ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ വെച്ച് പുള്ളി ഇത്ര നാളിലും ഉണ്ടാക്കിയ സിനിമകളിൽ ഒരു ഇതുണ്ട് പുള്ളി. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം പുള്ളി ഇപ്പം നമ്മൾ പറയും ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? കാരണം പുള്ളി ഇതിന് മുമ്പ് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഡബിൾ ബാരൽ എന്ന് പറയുന്നൊരു പടം ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. നമ്മൾ ഇതുവരെ മലയാളികൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം പുള്ളി കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ആദ്യമൊന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പയ്യാണ് ഡബിൾ ബാരൽ ഒരു കൾട്ട് സ്റ്റാറ്റസിലേക്ക് മാറിയത്. അർജുൻ്റെ റിവ്യൂ ആണ്. അർജുന് പറഞ്ഞൊരു കാര്യം, അർജു ബാലൻസ് ചെയ്താണ് സംസാരിച്ചത്. കാര്യം നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ പോകണ്ട, എടുക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ നൈസായിട്ട് ബാലൻസ് ചെയ്ത് സംസാരിച്ച് പുള്ളിക്കാരനും എനിക്ക് തോന്നുന്നു വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നിയത്. പക്ഷെ അർജു അത് നൈസായിട്ട് അത് പ്രസന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം മൊത്തത്തിൽ പടത്തെ വലിച്ചു കീറി നശിപ്പിക്കാതെ ഉള്ള രീതിയിലാണ്
സംസാരിച്ചത്. കാര്യം അബ്ജു പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ. ഈ പറഞ്ഞ ഡബിൾ ബാരലിന്റെ ആ ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും LJP ഇത്രയും നാൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ നമ്മൾ എന്താ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. കാര്യം പ്രത്യേകിച്ച് മഹാനടൻ ലാലേട്ടനെ പോലെ ഒരാളെ വെച്ചിട്ട് മൂവി എടുക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതിന്റെ ടീസർ ആയാലും ട്രെയിലറൊക്കെ ആയാലും എല്ലാം ട്രെൻഡിങ്ങും ആൾക്കാർ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നൊരു പടമല്ല. അത് മാത്രമല്ല ഇതിന്റെ കുറെ പേര് വന്നിരുന്നു, ഈ പടത്തിനുള്ള കുറെ ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല, വന്നിരുന്ന തള്ളൊക്കെ കേൾക്കണമായിരുന്നു. തിയേറ്റർ കുലുങ്ങുമെന്നും തിയേറ്റർ പൊട്ടുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് തള്ളി മറിക്കേണ്ടെന്ന ഒരു ആവശ്യം വേണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനും വേണ്ടിയുള്ള ഒരു ചുക്കും ഇല്ല, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാലോ. ഈ വേറൊരു റിവ്യൂ കാണാം, നമുക്ക് സായിയുടെ റിവ്യൂ കാണാം. സീക്രട്ട് ഏജന്റ് സായി എന്താണ് ഈ മൂവിയെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം സായി ആണെന്ന് തോന്നുന്നു ഈ വീഡിയോ റിവ്യൂ ഇട്ടത്. അപ്പൊ എന്തായാലും സായിയുടെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ കേട്ട് നോക്കാം. മൊത്തം നിങ്ങൾ കേൾക്കുക, മിക്സഡ് റിവ്യൂസ് ആയിരിക്കും. എനിക്ക് ഈ പടം ആസ് എൻ LJP മൂവി കംപ്ലീറ്റ്ലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു പടമാണിത്. ഓക്കെ, കംപ്ലീറ്റ്ലി. ലാലേട്ടൻ ഫാൻസിന് ഇത് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. ആസ് എ മോഹൻലാൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ LJP മൂവിയിലെ ലാലേട്ടൻ, എനിക്ക് അങ്ങനെയാ പറയുള്ളൂ. സാധാരണ നമ്മളൊരു പടം ഇറങ്ങുമ്പോഴത്തേക്ക് ലാലേട്ടൻ മൂവി എന്ന് പറയും. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി LJP മൂവി. ആൻഡ് എനിക്കിതൊരു ക്ലാസ് ആനായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിത്തുഭായ്? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എനിക്ക് പല പല സംഭവങ്ങളും എനിക്ക് ഒരുപാട് ലാഗ് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ അനാവശ്യമായിട്ട് ഇത് എനിക്ക് മാത്രം തോന്നുന്ന അഭിപ്രായമായിരിക്കാം. പല സ്ഥലങ്ങളിലും ഇതൊരു LJP പടമാണ്, അതുകൊണ്ട് ഇങ്ങനെ വേണം തോന്നിക്കാൻ വേണ്ടി ചെയ്ത പോലെ പല സംഭവങ്ങളും തോന്നി. ഒരുപാട് ലാഗ് അടിച്ച് ഒരു ചെറിയ സീന് പോലും വലിച്ചു നീട്ടി ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ഏത് പടാണെങ്കിലും ഇത് LJP പടാണ്, ഓക്കെ, അത് വിചാരിച്ചിട്ട് എന്റെ പടങ്ങളിൽ ഇങ്ങനെ വേണം എന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്ത പോലെ എനിക്ക് പല സീനുകളിലും ഫീൽ ചെയ്തു. അതെന്താ അറിയോ, ഞാൻ ഒരു കേസിൽ പറയാം. കാര്യം എനിക്ക് സായിയുടെ കൂടെ നിന്ന് സായിയുടെ ഫ്രണ്ട് പറയുന്ന സെയിം ഒപ്പീനിയൻ തന്നെയാണ് എനിക്കും ഉള്ളത്. പക്ഷേ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, സായി പറയുന്നത് കേട്ടോ. കാര്യം LJPയുടെ മൂവി എങ്ങനെയാണ് എന്ന് നമ്മൾ പോയി കാണുമ്പോഴത്തേക്ക്, കാര്യം LJPയുടെ മൂവിയിൽ നിന്ന് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സാധനമാണെന്നുള്ള രീതിയാണ് സായി പറഞ്ഞത്. കംപ്ലീറ്റ്ലി ഒരു LJP മൂവി കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ഫാൻസിന് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാനില്ല. അപ്പം ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്കും പേഴ്സണലി വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വലിയ സംഭവമായിരിക്കും മറ്റാന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെല്ലുന്നത്. കണ്ടിട്ടെന്തോ ഒരു ചുക്കും അങ്ങനെയുള്ള സംഭവം ഒന്നും കിട്ടിയില്ല. പിന്നെ ലാലേട്ടൻ ഈ ഒരു മൂവിക്ക് കൊടുത്ത ഡെഡിക്കേഷനും കാര്യങ്ങളും എല്ലാം ഭയങ്കരം തന്നെ. അത് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഈ മൂവിക്ക് വേണ്ടിയിട്ട് എനിക്കൊന്ന് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ലാലേട്ടനെ പോലത്തെ നടനിൽ നിന്ന് മാക്സിമം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെറിയ ചില കാര്യങ്ങളിൽ എവിടെയൊക്കെ കുറച്ച് മിസ്സിങ് ആയിപ്പോയി. എനിവേ, ഇതാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു പടത്തെ പറ്റിയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.